പഴഞ്ചൊല്ല് പഠിക്കാനായിട്ട് പോവുകയാണ്. And we already saw the 5 sayings, and today we are going to see the 6th saying. ഒന്നാമത് കർത്താവ് പറഞ്ഞ പഴഞ്ചൊല്ല്, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. അതാണ് കർത്താവ് പറഞ്ഞ. The first saying that Jesus Christ said is that just like the hen protect the chicks under its wings, I am mindful to protect you. ആ പഴഞ്ചൊല്ലിന് നമ്മളൊരു തലക്കെട്ട് കൊടുത്തു, കോഴിയും കുഞ്ഞുങ്ങളും എന്നൊരു തലക്കെട്ട് കൊടുത്ത് നമ്മൾ ആ പഴഞ്ചൊല്ല് പഠിച്ചു. We put a heading for that saying, like hen and the chicks. രണ്ടാമത്തെ കർത്താവ് പറഞ്ഞ പഴഞ്ചൊല്ല്, അത് അന്ത്യ അത്താഴത്തിനിരിക്കുമ്പോൾ പറഞ്ഞതാണ്, കുളിച്ചിരിക്കുന്നവന് കാലല്ലാതെ കഴുകുവാൻ ആവശ്യമില്ല. And at the last supper, Jesus Christ said the second saying, which is that the man who is bad, they are the only thing that they need to wash is their feet. ആ പഴഞ്ചൊല്ലിനെ നമ്മൾ തലക്കെട്ട് കൊടുത്തു, കുളിയും കാല് കഴുകലും എന്നൊരു തലക്കെട്ട് കൊടുത്ത് നമ്മളത് പഠിച്ചു. And we gave a heading to that saying, like bath and washing feet. മൂന്നാമത്തെ കർത്താവ് പറഞ്ഞ പഴഞ്ചൊല്ല്, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. And the third saying that Jesus Christ said is that the cornerstone that was forsaken by the people who is building the house. അതിന് നമ്മൾ കൊടുത്തൊരു തലക്കെട്ട്, പണിയുന്നവരും മൂലക്കല്ലും എന്നൊരു തലക്കെട്ട് കൊടുത്ത് നമ്മളതും പഠിച്ചു. And we gave the heading to that as the builders and the cornerstone. നാലാമത്തെ കർത്താവ് പറഞ്ഞത്, ഈ കല്ലിന്മേൽ വീഴുന്നവൻ തകർന്നു പോകും, അത് ആരുടെ മേലെങ്കിലും വീണാൽ അവനെ ധൂളിപ്പിക്കും. And the fourth one that Jesus Christ said is that if anyone fall on this stone, will be perished, and if the stone falls on somebody, then they will become sand. അതിന് നമ്മൾ കൊടുത്ത തലക്കെട്ട്, തകർക്കുകയും ധൂളിപ്പിക്കുകയും ചെയ്യുന്ന കല്ല്. And the heading that we gave is that the one that perishes and one that crushed. മനഃപൂർവം കർത്താവാകുന്ന പാറമേൽ വീണാൽ അത് അവന്റെ ഹൃദയത്തെ തകർക്കും, മാനസാന്തരത്തിലേക്ക് നയിക്കും. നമ്മൾ അങ്ങനെ ആരെങ്കിലും ഈ കല്ലിന്മേൽ സ്വയം വീണില്ലെങ്കിൽ, ഈ കല്ല് അവരുടെ മേൽ വീണാൽ അതവനെ ഡസ്റ്റാക്കി കളയും, അതവനെ ധൂളിയാക്കി കളയും. And the meaning of that is that if anybody knowingly fall on the stone, that is Jesus Christ, then they will be broken, and that's repentance. And if they are not repenting, then Jesus Christ, the stone will fall on them, and they will become dead. അഞ്ചാമത് നമ്മൾ കണ്ടത് കർത്താവ് പറഞ്ഞ പഴഞ്ചൊല്ല്, നിങ്ങൾ കൊതുകിനെ അരിച്ചെടുക്കുന്നു, ഒട്ടകത്തെ വിഴുങ്ങിക്കളയുന്നു. And the fifth saying that Jesus Christ said is that you filter the mosquitoes and you are swallowing the camel. കൊതുകും ഒട്ടകവും എന്ന് പറഞ്ഞാൽ കപടയാത്മീകത പാടില്ല എന്നാണ് കർത്താവ് ആ പഴഞ്ചൊല്ലിലൂടെ പഠിപ്പിച്ചത്. And the saying is that mosquito and the camel, and what Jesus Christ taught for that saying is that you should not have a fake spirituality. ഇന്ന് നമ്മൾ ആറാമത്തെ പഴഞ്ചൊല്ല് പഠിക്കുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 52-ാം വാക്യം. മത്തായി എഴുതിയ സുവിശേഷം
26-ാം അധ്യായം 52-ാം വാക്യം ഞാൻ ആദ്യം വായിക്കുന്നു. മത്തായി സുവിശേഷം 26-ാം അധ്യായം 52-ാം വാക്യം. യേശു അവനോട്, വാൾ ഉറയിലിടുക, വാൾ എടുക്കുന്നവർ ഒക്കെയും വാളാൽ നശിച്ചു പോകും. And we are going to read, we are going to see the sixth saying today, and it is from Matthew chapter 26, verse 52, which says, Then said Jesus unto him, Put up again thy sword into his place, for all they that take the sword shall perish with the sword. ഇതിനൊരു തലക്കെട്ട് കൊടുക്കാനാണെങ്കിൽ ഈ പഴഞ്ചൊല്ലിന് വാളും വാളും. And the heading for this saying, if we have to give, then we have to give it as a sword and sword. ഇതിലൂടെ കർത്താവ് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത് മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. അതാണ് ഈ പഴഞ്ചൊല്ലിലൂടെ കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത്. And what Jesus Christ is teaching the disciples is that when the man sows something, they will reap that. ഇത് കർത്താവ് പറയാനുണ്ടായ സാഹചര്യം ഗെത്സമന തോട്ടത്തിലാണ്. കർത്താവിനെ പിടിക്കാനായിട്ട് ഇസ്കരിയോത്ത യൂദ, മഹായൂദന്മാരുടെ സേവകന്മാർ, പടയാളികൾ എല്ലാവരും കൂടെ വന്ന് യേശുവിനെ പിടിക്കുമ്പോൾ പത്രോസ് മഹാപുരോഹിതന്റെ ദാസന്മാരിൽ ഒരുത്തന്റെ കാത് അറുത്ത് വീഴ്ത്തുന്നുണ്ട്. And this is when Jesus Christ was caught by the soldiers at the Garden of Gethsemane, and Iscariot, Jude, and Judah Iscariot, and all those people are coming, and they are getting Jesus Christ. At that time, Peter is taking his sword and cutting one of the soldiers' ear. ഈ സംഭവം 4 സുവിശേഷത്തിലും നമ്മൾ കാണുന്നു. 4 വേദഭാഗവും വായിക്കാൻ പോവുകയാണ്. അന്നേരമാണ് യഥാർത്ഥത്തിൽ അവിടെ നടന്ന സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. And we are going to read from all 4 Gospels about this incident, and then we will understand exactly what happened. മത്തായി സുവിശേഷത്തിൽ ആരാണ് വെട്ടിയതെന്ന് പറഞ്ഞിട്ടില്ല. വെട്ടുകൊണ്ട ആ ദാസന്റെ പേരും പറഞ്ഞിട്ടില്ല. And in Matthew, the book of Matthew, or the Gospel by Matthew, he is not mentioning who is cutting the ear, and it doesn't say whose ear was cut off. 51-ാം വാക്യം ഞാൻ വായിക്കുന്നു. അതേ അധ്യായം 52-ആണ് ഇപ്പോൾ വായിച്ചത്. 51. അപ്പോൾ യേശുവിനോട് കൂടെ ഉള്ളവരിൽ ഒരുവൻ, അങ്ങനെ എഴുതിയിട്ടുള്ളൂ, കൈ നീട്ടി വാൾ ഊരി മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി. ആ ദാസന്റെ പേര് വിടില്ല. അവനെ കാതറുത്തു. തുടർന്ന് താഴോട്ട് വായിക്കുമ്പോൾ കർത്താവ് ഇവനെ സൗഖ്യമാക്കുന്ന കാര്യവും ഈ മത്തായിയിൽ നമ്മൾ വായിക്കുന്നില്ല. And if you read verse 51 of the same chapter, we read 52, and if you read that, it says, and behold, one of them which were with Jesus stretched out his hand and drew his sword and struck a servant of the high priest and smote off the ear. Here, Matthew is not mentioning who cut who drew the sword, and the name of the servant here, and he's also not mentioning about Jesus Christ healing that person. മർക്കോസിന്റെ സുവിശേഷത്തിലും ഇത് തന്നെയാണ്. ആരാണ് വെട്ടിയെന്നുള്ള പേരില്ല, ഈ ദാസന്റെ പേരില്ല, കർത്താവ് സൗഖ്യമാക്കുന്ന കാര്യവും പറയുന്നില്ല. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 47-ാം വാക്യം. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 47-ാം വാക്യം വായിക്കുന്നു. മർക്കോസ് 14:47. അരികെ നിൽക്കുന്നവരിൽ ഒരുവൻ വാൾ ഊരി. കണ്ടോ, ആ പത്രോസിന്റെ പേര് അവിടെ ഇല്ല. ഒരുവൻ വാൾ ഊരി മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി കാതറുത്തു. ദാസന്റെ പേരില്ല.
താഴോട്ട് വായിക്കുമ്പോൾ കർത്താവ് ഈ ദാസനെ സൗഖ്യമാക്കുന്ന കാര്യം എഴുതിയിട്ടില്ല. And in Mark also is not mentioning who used the sword and who's. We can see that in Mark chapter 14, verse 47. And one of them that stood by drew a sword and smote a servant of the high priest and cut off his ear. And here we can see that if you read the following verses, we can see that Mark is also not mentioning that Jesus Christ healed that person. ഇനി ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മത്തായിയും മർക്കോസും പറയാത്ത ഒരു കാര്യം പറയുന്നുണ്ട്. കർത്താവ് ഈ ദാസനെ സൗഖ്യമാക്കിയെന്ന്. ദാസന്റെ പേര് പറഞ്ഞിട്ടില്ല. പത്രോസ് ആണ് വെട്ടിയെന്നും ലൂക്കോസ് പറയുന്നില്ല. ഒറ്റ കാര്യം പറയുന്നുണ്ട്, ഇവനെ സൗഖ്യമാക്കി. ലൂക്കോസിന്റെ സുവിശേഷം 22 അധ്യായം 50-51. ലൂക്കോസിന്റെ സുവിശേഷം 22 അധ്യായം 50-51. അവരിൽ ഒരുത്തൻ, ഇവിടെയും പത്രോസിന്റെ പേരില്ല, മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി. ദാസന്റെ പേരില്ല. അവന്റെ വലത്തേക്കാവ് അറുത്തു. അപ്പോൾ യേശു ഇത്രയ്ക്ക് വിടുവീൻ എന്ന് പറഞ്ഞു. ഇത്രയ്ക്ക് വിടുവീൻ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ കൈ ബന്ധിച്ചു. കർത്താവ് പറഞ്ഞതിന്റെ കെട്ടൊന്നഴിക്കുക, കൈയുടെ കെട്ടൊന്നഴിക്കുക. അതാണ് ഇത്രയ്ക്ക് വിടുവീൻ എന്ന് കർത്താവ് പറഞ്ഞത്. അവന്റെ കാത് തൊട്ട് സൗഖ്യമാക്കി. അപ്പോൾ ഈ ദാസനെ സൗഖ്യമാക്കിയ കാര്യം ഇനി നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുമ്പോഴും സൗഖ്യമാക്കിയ കാര്യമില്ല. ലൂക്കോസ് മാത്രമാണ് സൗഖ്യമാക്കിയ കാര്യം പറഞ്ഞിരിക്കുന്നത്. And if you read in the gospel according to Luke in chapter 22, verse 50 and 51, you can see that Jesus Christ mentioning one more thing to that incident, that Jesus Christ, Luke is mentioning one more thing to the incident that Jesus Christ healed that servant. We can read verse 50 and 51. And one of them smote the servant of the high priest and cut off his right ear. And Jesus answered and said, suffer ye thus far. And he touched his ear and healed him. And here, this extra thing is mentioned by Luke. ഈ ലൂക്കോസ് മാത്രം ഇവനെ സൗഖ്യമാക്കിയ കാര്യം പറയാനൊരു കാരണമുണ്ട്. ഈ ലൂക്കോസ് വൈദ്യനാണ്, ഇവൻ ഡോക്ടറാണ്. അപ്പൊ കാതടുത്തു, പിന്നെന്തോ പറ്റി? അപ്പൊ ഡോക്ടർ അത് അന്വേഷിക്കും. മറ്റുള്ളത് കാതടുത്തു പോയി, അത്രയും ചിന്തിക്കത്തുള്ളൂ. പക്ഷെ ഡോക്ടർമാർ അങ്ങനല്ല. ഇവനെ സൗഖ്യമാക്കിയോ? അതുകൊണ്ടാണ് വൈദ്യനായ ലൂക്കോസ് സൗഖ്യമാക്കിയ കാര്യം കൂടി എഴുതാനുള്ള കാരണം. And there is a reason why Luke mentioning that this servant was healed, because you know that Luke is a doctor, and a doctor will definitely look what happens after the ear was cut off. So he knew that it was healed by Jesus Christ, so he mentioned that too. ഇനി യോഹന്നാന്റെ സുവിശേഷം ശ്രദ്ധിച്ചാൽ യോഹന്നാൻ മാത്രമാണ് വെട്ടിയ ദാസൻ, ഈ ശിഷ്യന്റെ പേര് പറഞ്ഞത്, ദാസന്റെ പേര് പറഞ്ഞത് യോഹന്നാൻ മാത്രമാണ്. യോഹന്നാന്റെ സുവിശേഷം 18 അധ്യായം 10-11 വാക്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 18 അധ്യായം 10-11 ഞാൻ വായിക്കുന്നു. ശിമോൻ പത്രോസ് തനിക്കുള്ള വാൾ ഊരി മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി അവന്റെ വലത് കാത് അകത്ത് കളഞ്ഞു. ആ ദാസന് മൽക്കോസ് എന്ന പേര്. കണ്ടോ? അപ്പോൾ ഈ യോഹന്നാൻ മാത്രമാണ്, പത്രോസാണ് വാളൂരിയത്. മഹാപുരോഹിതന്റെ ദാസന്റെ പേര് മൽക്കോസ് എന്നാണ്. ആ മൽക്കോസിന്റെ വലത് കാതാണ് അകത്ത് വീഴ്ത്തിയത്. പക്ഷെ യോഹന്നാനും സൗഖ്യമാക്കിയ കാര്യം പറയുന്നില്ല. And but if you read the gospel according to John on chapter 18 verse 10, we can see that John says that then Simon Peter,
having a sword, drew it and smote the high priest's servant and cut off his right ear. The servant's name was Malchus. So, John here is mentioning the name Simon Peter, who is the one who drew the sword, and he's also mentioning the high priest's servant's name, that is Malchus. But he's not mentioning about Jesus Christ healing that person. അപ്പോൾ ഈ 4 വേദഭാഗങ്ങളും ചേർത്ത് വായിക്കുമ്പോഴാണ് യഥാർത്ഥ ചിത്രം മനസ്സിലാകുന്നത്. ആ ഗെത്സമന തോട്ടത്തിൽ പിടിക്കാൻ വന്നപ്പോൾ ഈ പടയാളികളെല്ലാവരും കൂടെ പത്രോസ് ആണ് വാളൂതിയത്. മഹാപുരോഹിതന്റെ ദാസനായ മൽക്കോസിന്റെ വലത് കാതാണ് വെട്ടിയിട്ടത്. അന്നേരം യേശു തന്നെ ബന്ധിച്ചവരോട് പറഞ്ഞു, എന്നെ ഒന്ന് വിട്, ഇത്രയ്ക്ക് വിട് എന്ന് പറഞ്ഞ് താഴെ കിടക്കുന്ന ആ കാതെടുത്ത് പൂർവസ്ഥിതിയിൽ വെച്ച് സൗഖ്യമാക്കുന്നത്. So if you read all 4 Gospels, then we can see a clear picture of this incident, and we can see that when Jesus Christ, when the soldiers came, the high priest and the servants and all those people came to catch Jesus Christ at the Garden of Gethsemane, Peter drew the sword and cut the right ear of the high priest's servant. His name is Malchus, and after that, Jesus Christ, at that time, Jesus Christ was bound, so he requested to release him for some time, and touched Malchus' ear and heal him. This is the clear picture from when we read all 4 Gospels. ഈ സംഭവം കഴിഞ്ഞ ഉടനെ കർത്താവ് പത്രോസിനോട് പറഞ്ഞ പഴഞ്ചൊല്ലാണ് വാൾ ഉറയിലിട, വാൾ എടുക്കുന്നവനൊക്കെയും വാളാൽ നശിച്ചു പോകും. And after this incident, Jesus Christ told Peter that you had to put the sword back into the pocket. Whoever drew his sword, and so if you use the sword, then you will be perished. മറ്റുള്ളവർക്കെതിരായി ഏത് വാള എടുക്കുന്നുവോ മറ്റുള്ളവരെ തകർക്കാൻ, അതേ വാളാൽ തന്നെ നശിച്ചു പോകും എന്ന് കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിക്കുക. And Jesus is teaching the disciples that if you drew a sword against somebody else, then you will die, you will be perished with the same sword. ഇത് തെളിയിക്കുന്ന അനേകം സംഭവങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. അവയിൽ ചിലത് ഞാൻ ചൂണ്ടിക്കാണിക്കാം. We can see so many things that explains or this proves that this is true in the Bible, and I'm going to show few. അതിൽ ഒരു വ്യക്തിയാണ് ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവായ ശൗൽ. അവൻ ദാവീദിനെതിരായി വാളെടുത്തവനാണ്. And one of the person is that we can see is the first king of Israel, the Saul, the king, and he took the sword against David. ഈ ശൗല് ദാവീദിനെതിരായി ഒരുക്കിയ ഒന്നാമത്തെ കെണി 1 ശമൂവേലിന്റെ പുസ്തകം 18-ാം അധ്യായം 21-ാം വാക്യത്തിൽ കാണുന്നു. 1 ശമൂവേലിന്റെ പുസ്തകം 18-ാം അധ്യായം 21-ാം വാക്യം ഞാൻ വായിക്കുന്നു. 1 ശമൂവേൽ 18-ാം അധ്യായം 21-ാം വാക്യം. അവൾ അവനൊരു കണി ആയിരിക്കേണ്ടതിന് ഫെലിസ്ത്യരുടെ കൈ അവന്റെ മേൽ വീഴേണ്ടതിനും ഞാൻ അവളെ അവന് കൊടുക്കും എന്ന് ശൗൽ വിചാരിച്ച് ദാവീദിനോട്, നീ 2-ാം പ്രാവശ്യം എനിക്ക് മരുമകനായി തീരണം എന്ന് പറഞ്ഞു. ശൗല് തന്റെ മകളെ ഈ ദാവീദിന് കൊടുക്കാനുള്ള കാരണം ഈ ദാവീദ് ഫെലിസ്ത്യരുടെ കയ്യിൽ വീണ് മരിക്കണം.
And we can see that in 1 Samuel chapter 18, verse 21. And Saul said, I will give him her, that she may be a snare to him, and that the hand of the Philistines may be against him. Wherefore Saul said to David, Thou shalt this day be my son-in-law in one of the twain. So the reason why Saul proposed that David should be his son-in-law, that he is making a trap for David so that he will be killed by the Philistines. അതായത് ഈ ദാവീദിനോട് പറയുന്നത്, എന്റെ മകളെ നിനക്ക് ഞാൻ തരാൻ പോവുകയാണ്, അതിന് നീ തരേണ്ട സ്ത്രീധനം, വേദപുസ്തകാലത്ത് വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷനാണ് സ്ത്രീധനം കൊടുക്കേണ്ടത്, ഡൗതി. അപ്പൊ നീ തരേണ്ട സ്ത്രീധനം 100 ഫിലിസ്തീനയുടെ ഫോസ്കിനാണ്, അഗ്രചർമ്മമാണ്. ഇതാണ് നീ തരേണ്ടതായ സ്ത്രീധനമെന്ന് ദാവീദിനോട് പറഞ്ഞു. And what Saul is asking here to David is that I will give you my daughter and you will become my son-in-law, but you have to give me a dowry that is the 100 foreskins of the Philistines. അപ്പോൾ ഈ 100 ഫെലിസ്തീനെ കൊല്ലാനായിട്ട് പോകുമ്പോൾ ഈ ശൗല് വിചാരിച്ചത് ഫെലിസ്തീനെല്ലാം കൂടെ ദാവീദിനെ കൊല്ലും, അപ്പോൾ മകളെ മീഖലിനെ കൊടുക്കേണ്ട ആവശ്യവും വരത്തില്ല. അങ്ങനെ ഫെലിസ്തീനയുടെ കയ്യിൽ ഇവൻ വീണ് മരിക്കാൻ വേണ്ടിയാണ് 100 ഫെലിസ്തീനയുടെ ഫോസ്കിൻ വേണമെന്ന് ദൗതിയായിട്ട് ആവശ്യപ്പെടുത്തും. And what Saul thought is that if David go for this and he will die by the Philistines will kill David, so he don't have to give his daughter to David. That's what he thought, and that's why he asked 100 foreskins of the Philistines. പക്ഷെ ദാവീദ് ചെയ്തത്, ദാവീദോട് എന്ന 200 ഫെലിസ്തീനെ കൊന്നു. ശൗലി ചോദിച്ചത് 100 ഫെലിസ്തീനയുടേതാണ്. പക്ഷെ 200 ഫെലിസ്തീനെ കൊന്നവിടെ ഫോസ്കിൻ കൊണ്ടു കൊടുത്തു. മീഖളിനെ ഈ ദാവീദിന് ഭാര്യയായിട്ട് ലഭിച്ചു. But what David did is that David went and killed 200 Philistines and took their foreskin and gave it to Saul and got Michal as his wife. അപ്പോൾ ഒന്നാമത്തെ അക്കെണി വിജയിച്ചില്ലെന്ന് കണ്ടപ്പോൾ രണ്ടാമത് നേരെ തന്നെ ഈ ശൗൽ ദാവീദിന്റെ നേരെ കുന്തമെറിഞ്ഞു. And when Saul find out that the first snare didn't work against David, so what Saul did is that he took the sword and aimed at David. 1 ശമൂവേൽ 19 അധ്യായം 9-10 വാക്യങ്ങൾ. 1 ശമൂവേൽ 19 അധ്യായം 9-10 വാക്യങ്ങൾ. യഹോവയുടെ പക്കൽ നിന്ന് ദുരാത്മാവ് പിന്നെയും ശൗലിന്റെ മേൽ വന്നു. അവൻ കയ്യിൽ കുന്തവും പിടിച്ച് തന്റെ അരമനയിൽ ഇരിക്കുകയായിരുന്നു. ദാവീദ് കിന്നരം വായിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ശൗൽ ദാവീദിനെ കുന്തം കൊണ്ട് ചുവരോട് ചേർത്ത് കുത്തുവാൻ നോക്കി. അവനോ ശൗലിന്റെ മുമ്പിൽ നിന്ന് മാറിക്കളഞ്ഞു, കുന്തം ചുവരിൽ തറച്ചു. ദാവീദ് ആ രാത്രിയിൽ തന്നെ ഓടിപ്പോയി രക്ഷപ്പെട്ടു. If you read 1 Samuel chapter 19 verse 10 and 11, 9 and 10, then you can see this incident, and the evil spirit from the Lord was upon Saul, and he sat in his house with his javelin in his hand, and David played with his hand, and Saul sought to smite David even to the wall with the javelin, but he slipped away out of Saul's presence, and he smote the javelin into the wall, and David fled and escaped that night. ഈ ദാവീദ് ശൗലിനെതിരായി ഒരിക്കലും വാളെടുത്തിട്ടില്ല, കുന്തവും എടുത്തിട്ടില്ല. And this David never took a sword against King Saul or the javelin. ഈ ശൗലിനെ കൊല്ലാൻ പല അവസരങ്ങൾ ദാവീദിന് ലഭിച്ചിട്ടുണ്ട്. And Saul got so many times, so many
chances to kill David got so many chances to kill Saul. 1 ശമൂവേലിന്റെ പുസ്തകം 24-ാം അധ്യായത്തിൽ ദാവീദിന് ശൗലിനെ കൊല്ലാൻ അവസരം ലഭിച്ചതാണ്. അതിന്റെ 10-ാം വാക്യത്തിൽ ശൗലിന്റെ വസ്ത്രാഗ്രം മാത്രം മുറിച്ചെടുത്തു. പക്ഷെ അതിലും ദാവീദിന് വലിയ ഹൃദയവേദന ഉണ്ടായി. ആ വസ്ത്രത്തിന്റെ അറ്റം ആ മുറിച്ചെടുത്ത വിഷയത്തിൽ തന്നെ. And but David got so many chances to kill Saul. We can see in 1 Samuel chapter 24 verse 10 that David got a chance, but he took the edge of the robe from Saul when he got the chance to kill Saul. But still, that incident, that thing that he took, it was he was so saddened by that. 1 ശമൂവേലിന്റെ പുസ്തകം 26-ാം അധ്യായത്തിൽ വരുമ്പോൾ പിന്നെയും അവസരം കിട്ടി ദാവീദിന് കൊല്ലാൻ. അതിന്റെ 8, 9, 10 വാക്യങ്ങൾ വായിക്കുമ്പോൾ 1 ശമൂവേൽ 26-ാം അധ്യായം, അപ്പോൾ ദാവീദ് പറയുന്നുണ്ട്, അവന്റെ തലയ്ക്കൽ ഇരിക്കുന്ന ആ കുന്തവും ജലപാത്രവും മാത്രം എടുത്തോടിക്ക് പോന്നേക്ക. അബീശായിയോടൊക്കെ പറയുന്നുണ്ട്, അവനെ കൊല്ലരുത്, അവന്റെ ആ കുന്തവും ജലപാത്രവും മാത്രം എടുത്താൽ മതി എന്ന് പറഞ്ഞ് കൊല്ലാൻ നിൽക്കുന്ന അബീശായിയെ ഈ ദാവീദ് തടയുന്നുണ്ട്. And in 1 Samuel chapter 26 verse 8, 9 and 10 we can see that David got another chance to kill Saul, but he's saying to Abishai that take only the javelin and as well as the cup, the cup from his by his bed and take it, and that's all he has to do, and do not kill him. ഈ ശൗലിന്റെ അന്തം നമുക്കറിയാം. സ്വന്തം കുന്തത്തിന്മേൽ ഈ ശൗല് വീണ് അവന്റെ അന്തം സംഭവിക്കുക. And we know how Saul ended his life, or how he died. He died falling on his own javelin and died. 1 ശമൂവേൽ 31-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ. 1 ശമൂവേൽ 31-ാം അധ്യായം 3-4. എന്നാൽ പട ശൗലിന്റെ നേരെ ഏറ്റവും ഒതുങ്ങി, വില്ലാളികൾ അവനെ ദൃഷ്ടിവെച്ചു, വില്ലാളികളാൽ അവൻ ഏറ്റവും വിഷമത്തിലായി. സൗൽ തന്റെ ആയുധവാഹനോടെ അഗ്രമികൾ വന്ന് എന്നെ കുത്തിക്കളയുകയും അപമാനിക്കുകയും ചെയ്യാതിരിക്കേണ്ടി നിന്റെ വാളൂതി എന്നെ കുത്തുക എന്ന് പറഞ്ഞു. ആയുധവാഹകന് ഏറ്റവും ഭയപ്പെട്ടതോടെ അവന് മനസ്സ് വന്നില്ല. അതുകൊണ്ട് ശൗൽ ഒരു വാൾ പിടിച്ച് അതിന്മേൽ വീണു, ശൗല് മരിച്ചു. ഏത് വാളുകൊണ്ട്, ഏത് കുന്തം കൊണ്ട് ദാവീദിനെ കൊല്ലാൻ പോയോ അതേ ആയുധത്തിൽ ദേണ്ടേ ശൗലിന്റെ അന്തം നടക്കുക. And in 1 Samuel chapter 31 verse 3 and 4 we can see how Saul died, and the battle went sore against Saul, and the archers hit him, and he was sore wounded of the archers. Then said Saul unto his armor bearer, draw thy sword and thrust me through therewith, lest these uncircumcised come and thrust me through and abuse me. But his armor bearer would not, for he was sore afraid. Therefore Saul took a sword and fell upon it. വാളെടുക്കുന്നവൻ വാളാൽ നശിച്ചു പോകും എന്നതിന്റെ നല്ല ദൃഷ്ടാന്തമാണ് ശൗൽ രാജാവ്. And we can see a great example, Saul the king, for whoever take the sword will die of the sword. മറ്റൊരു ദൃഷ്ടാന്തമാണ് ഹാമാൻ. മോർദെഖായിക്കെതിരായി അവൻ പണിതുയർത്തിയ കഴുകു മരത്തിൽ അതേ ഹാമാനെ തന്നെ തൂക്കി വാളെടുക്കുന്നവൻ വാളാൽ നശിച്ചു പോകുമെന്നതിന്റെ മറ്റൊരു ദൃഷ്ടാന്തമായി നിൽക്കുക. And we can see another example, Haman, who was against Mordecai, and he died on the എസ്തേറിന്റെ പുസ്തകം 5-ാം അധ്യായം 14-ാം വാക്യം വായിക്കുമ്പോൾ വ്യക്തമാകും. എസ്തേറിന്റെ പുസ്തകം
5-ാം അധ്യായം 14-ാം വാക്യം. അതിന് അവന്റെ ഭാര്യ സേഗസും അവന്റെ സകല സ്നേഹിതന്മാരും അവനോട് 50 മുഴം ഉയരമുള്ള ഒരു കഴുമരം ഉണ്ടാക്കട്ടെ. ഈ 50 മുഴം എന്ന് പറഞ്ഞാൽ നമ്മുടെ കണക്കനുസരിച്ച് 75 അടി ഉയരമാണ്. അപ്പോൾ ചെറിയ കഴുകുമരമല്ല, 75 അടി ഉയരമുള്ള ഒരു കഴുകുമരം. മോർദെഖായി അതിന്മേൽ തൂക്കിക്കളയേണ്ടതിന് നാളെ രാവിലെ നീ രാജാവിനോട് അപേക്ഷിക്കണം, പിന്നെ നിനക്ക് സന്തോഷമായി രാജാവിനോടുകൂടെ വിരുന്നിന് പോകാം എന്ന് പറഞ്ഞു. ദേണ്ടേ, ആ രാത്രിയിൽ 50 മുഴം ഉയരമുള്ളത് കഴുകുമരം പണിയുന്നു. ആർക്കെതിരെ? നിരപരാധിയായ മോർദെഖായിക്കെതിരെ, ഹാമാൻ. If you read Esther chapter 5 verse 14, we can see that then said Zeresh his wife and his friend unto him, let a gallows be made of 50 cubits high, and tomorrow speak thou unto the king that Mordecai may be hanged thereon. Then go thou in early with the king unto the banquet. And the thing pleased Haman, and he caused the gallows to be made. ഈ എസ്തേറിന്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അതിലെ കഴുകുമരം ഉണ്ടാക്കി, കഴുകുമരത്തിൽ ഹാമാനെ കയറ്റി എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ എസ്തേറിന്റെ പുസ്തകത്തിൽ ഒരു പ്രധാന വിഷയമെന്ന് പറയുന്നത്, ഈ എസ്തേറിന്റെ പുസ്തകത്തിൽ 7 ഫീസ്റ്റ് 7 വിരുന്നുകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. And we see that when we read and study the book of Esther, we see all these things happening. The gallows be made and try to kill Mordecai and all those things. But in the book of Esther, there is another theme that we can see, is that there is 7 feasts in the book of Esther. അത് ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാം. എസ്തേറിന്റെ പുസ്തകം വിരുന്നുകളുടെ പുസ്തകമാണ്. 7 വിരുന്നുകൾ ഇതിനകത്തുണ്ട്. അത് നമുക്ക് ഓരോന്നും വിശദമായിട്ട് പഠിച്ചെടുക്കാം. ഒന്നാമത്തെ വിരുന്ന് ഞാൻ വേഗമായി 7 വിരുന്നുകൾ ചൂണ്ടിക്കാണിക്കാം, അതല്ല വിഷയം. 1-ാം അധ്യായം 3-ാം വാക്യം. 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഒന്നാമത്തെ വിരുന്ന് കാണാം. തന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ, അതായത് അഹശ്വേരോശ് രാജാവിന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ തന്റെ സകല പ്രഭുക്കന്മാർക്കും ഭൃത്യന്മാർക്കും ഒരു വിരുന്ന് കഴിച്ചു. പാഴ്സിലെയും മേദ്യയിലെയും സേനാധിപതിമാരും പ്രഭുക്കന്മാരും സംസ്ഥാനപതികളും അവന്റെ സന്നിധിയിൽ ഉണ്ടായിരുന്നു. അടുത്ത വാക്യം കൂടെ ഞാൻ വായിക്കുന്നു. അന്ന് അവൻ തന്റെ രാജകീയ മഹത്വത്തിന്റെ ഐശ്വര്യം, തന്റെ മഹാധിക്യത്തിന്റെ പ്രതാപവും ഏറിയ നാൾ 180 ദിവസത്തോളം കാണിച്ചു. എന്ന് പറഞ്ഞാൽ ഈ വിരുന്ന് 180 ദിവസം നീണ്ട വിരുന്ന്. 6 മാസം, ഒരു മാസം 30 ദിവസമാണ് യഹൂദന്റെ കലണ്ടറിൽ. അപ്പോൾ 180 പറഞ്ഞാൽ 6 മാസം നീണ്ടു നിന്ന ഒരു വിരുന്നാണ് ഈ രാജാവ് നടത്തുന്നത്. And we are going to see the 7 feasts in the book of Esther. Book of Esther is also called as the book of feast. And so the first feast we can see in Esther chapter 1 verse 3. In the 3rd year of his reign, he made a feast unto all his princes and his servants, the power of Persia and Media, and the nobles and the princes of the province being before him, when he showed the riches of his glorious kingdom and honor of his excellent majesty many days, even 180 days. Otherwise, in the Malayalam, it says that 180 days, which is 6 months. Like 30 days is 1 month for the Jewish calendar. So it's a 6-month long feast. ഒന്നാമത്തെ വിരുന്ന് മേദ്യ പേർഷ്യ സാമ്രാജ്യത്തിലെ, അതായത് 120 രാജ്യങ്ങൾ അടങ്ങിയ മേദ്യ പേർഷ്യ സാമ്രാജ്യത്തിലെ എല്ലാ പ്രഭുക്കന്മാർ, സേനാധിപതിമാർ, സംസ്ഥാന അധിപതിമാർ എല്ലാവർക്കും ഉള്ള വിരുന്നാണ് ഒന്നാമത്തെ വിരുന്ന്. So the first feast is for the nobles, the princes and provinces, the kings, and all the people of Persia and Media. That's 120 countries together. That's this Persia and Media. ഇനി രണ്ടാമത്തെ വിരുന്ന്,
5-ാം വാക്യത്തിലുണ്ട്, 1:5. ആ നാളുകൾ കഴിഞ്ഞ ശേഷം, അതായത് 6 മാസത്തെ വിരുന്ന് കഴിഞ്ഞപ്പോൾ, രാജാവ് ശൂശൻ രാജധാനിയിൽ കൂടിയിരുന്ന വലിയവരും ചെറിയവുമായ സകല ജനത്തിനും രാജധാനിയുടെ ഉദ്യാന പ്രാകാരത്തിൽ വച്ച് 7 ദിവസം വിരുന്ന് കഴിച്ചു. ശ്രദ്ധിക്കണം, ഒന്നാമത്തെ വിരുന്നിൽ 120 രാജ്യങ്ങളിലെ സംസ്ഥാന അധിപതിമാരുണ്ട്, സേനാധിപതിമാരുണ്ട്, പ്രമുഖന്മാരുണ്ട്. പക്ഷേ രണ്ടാമത്തെ വിരുന്നിൽ ഇവരാരുമില്ല. ശൂശൻ രാജധാനിയിലുള്ള, അതായത് രാജാവ് വസിക്കുന്ന രാജകൊട്ടാരത്തിലുള്ള വലിയവർ ചെറിയവർ എന്ന് പറഞ്ഞാൽ ഗാർഡനർ മുതൽ അങ്ങ് മുകളിൽ ഇരിക്കുന്ന ആൾ വരെ എല്ലാവരെയും കൂടെ കൂട്ടി 7 ദിവസം എവിടെ വച്ച്? രാജധാനിയുടെ ഉദ്യാന പ്രാകാരത്തിൽ വച്ച് വിരുന്ന് നടത്തി. And we can see the next feast in verse 5 of chapter 1. And when these days were expired, king made a feast unto all the people that were present in Shushan the palace, both unto great and small, 7 days in the courts of garden of the king's palace. So after the first feast that was for 180 days, after that the king had another feast for 7 days for the people in the palace, the great and small people, and it was in the court of the garden of the king's palace. ഇനി മൂന്നാമത്തെ വിരുന്ന്, 1-ാം അധ്യായം 9-ാം വാക്യം. 1-ാം അധ്യായം 9-ാം വാക്യം. രാജ്ഞിയായ വസ്തി, അതായത് അഹശ്വേരോസ് രാജാവിന്റെ ഭാര്യ, അഹശ്വേരോസ് രാജാവിന്റെ രാജധാനിയിൽ വെച്ച് സ്ത്രീകൾക്ക് ഒരു വിരുന്ന് കഴിച്ചു. ഇതാണ് മൂന്നാമത്തെ വിരുന്ന്. And the third feast we can see in the same chapter, verse 9. Also Vashti, the queen, made a feast for the woman in the royal house which belonged to King Ahasuerus. പക്ഷേ ഈ വിരുന്ന് പാഴായി പോയി. വസ്തി രാജാവിനോട് അനുസരണക്കേട് കാണിച്ചു. അവളെ രാജ്ഞി പദത്തിൽ നിന്ന് രാജാവ് ഒഴിവാക്കി. But this feast was wasted. The queen Vashti was, he was against the king, and king has thrown Queen Vashti out of the palace. വസ്തിക്ക് പകരം എസ്തേറിനെ രാജ്ഞിയാക്കി. ചരിത്രമൊക്കെ നമുക്കറിയാം, ഞാൻ വിശദീകരിക്കുന്നില്ല. 2-ാം അധ്യായം 18-ാം വാക്യം. 2-ാം അധ്യായം 18-ാം വാക്യം. രാജാവ് തന്റെ സകല പ്രഭുക്കന്മാർക്കും ഭൃത്യന്മാർക്കും എസ്തേറിന്റെ വിരുന്നായിട്ട് ഒരു വലിയ വിരുന്ന് കഴിച്ചു. അതായത് എസ്തേറിനെ രാജ്ഞിയാക്കിയപ്പോൾ അതിന്റെ പേരിൽ ഒരു വലിയ വിരുന്ന് അഹശ്വേരോസ് നടത്തുന്നു. ഇതാണ് 4-ാമത്തെ വിരുന്ന്. And the fourth feast we can see in chapter 2, verse 18. Then the king made a great feast unto all his princes and his servants, even Esther's feast. And he made a release to the provinces and gave gifts according to the state of the king. So this, when Esther became the queen, the king gave a great feast. That's the fourth feast. ഈ സമയത്താണ് ഹാമാൻ യഹൂദ മക്കളെ മുഴുവനും കൊന്നുമുടിക്കാൻ ഈ കൽപ്പനയൊക്കെ ഉണ്ടാക്കിക്കുന്നത്. അതിന്റെ മധ്യത്തിൽ ജനം മുഴുവൻ ഉപവാസത്തിലും പ്രാർത്ഥനയിലുമാണ്. And at this time, Haman is planning to kill all the Jewish people. And in the midst of that, all the Jewish people were praying and fasting at that time. അനുവാദമില്ലെങ്കിലും എസ്തർ രാജകൊട്ടാരത്തിലേക്ക് ചെല്ലുന്നു. അപ്പോൾ രാജാവ് പൊൻചങ്കോൽ നീട്ടുന്നു. രാജ്ഞി, നിന്റെ ആഗ്രഹം എന്താ എന്ന് ചോദിക്കുമ്പോൾ രാജ്ഞി രാജാവിനെയും ഹാമാനെയും വിരുന്നിന് ക്ഷണിക്കുന്നു. Without an authority, Queen Esther is going to the presence of King, and King Ahasuerus is stretching the golden
scepter towards Queen Esther and asking her what you need. And Esther is inviting them for a feast. അഞ്ചാമത്തെ വിരുന്ന് 5-ാം അധ്യായം 4-ാം വാക്യം. 5-ാം അധ്യായം 4-ാം വാക്യം. അതിന് എസ്തർ രാജാവിന് തിരുവള്ളമുണ്ടായിട്ട് ഞാൻ ഒരുക്കിയിരിക്കുന്ന വിരുന്നിന് രാജാവും ഹാമാനും ഇന്നു വരേണം. ഇതാണ് 5-ാമത്തെ വിരുന്ന്. എസ്തേർ ഒരുക്കിയ വിരുന്ന്. ഈ വിരുന്നിന് അഹശ്വേരോസ് രാജാവിനെയും ക്ഷണിക്കുന്നു, ഹാമാനെയും ക്ഷണിക്കുന്നു. And the fifth feast we can see in chapter 5 verse 4, and Esther answered, if it seem good unto the king, let the king and Haman come this day unto the banquet that I have prepared for him. ഇനി 6-ാമത്തെ വിരുന്ന്. ഈ 5-ാമത്തെ വിരുന്ന് നടന്നുകൊണ്ടിരുന്നപ്പോൾ രാജാവ് ചോദിക്കുന്നു, രാജ്ഞി എന്തോ ആഗ്രഹം, രാജ്യത്തെ പകുതിയും തന്നേക്കാം. അപ്പോൾ എസ്തേർ പറയുന്നു, ഇനിയും ഞാൻ ഒരു വിരുന്ന് ഒരുക്കും. അതാണ് 6-ാമത്തെ വിരുന്ന്. ഞാൻ വായിക്കുന്നു 5-ാം അധ്യായം 8-ാം വാക്യം. 5-ാം അധ്യായം 8-ാം വാക്യം. 6-ാമത്തെ വിരുന്ന്. രാജാവിന് എന്നോട് കൃപയുണ്ടെങ്കിൽ എന്റെ അപേക്ഷ നൽകുവാനും എന്റെ ആഗ്രഹം നിവർത്തിപ്പാനും രാജാവിന് തിരുവുണ്ടെങ്കിൽ രാജാവ് ഹാമാനും ഞാൻ ഇനിയും ഒരുക്കുന്ന വിരുന്നിന് വരേണം. നാളെ ഞാൻ രാജാവ് കൽപ്പിച്ചതുപോലെ ചെയ്തോളാം എന്ന് വെച്ചാൽ എന്റെ ആഗ്രഹം പറയാം. അപ്പോൾ ഇത് 6-ാമത്തെ വിരുന്നാണ്. എസ്തേർ ഒരുക്കുന്ന 2-ാമത്തെ വിരുന്നും കൂടിയാണ്. And we can see the sixth feast in chapter 5 verse 8. This is after the fifth feast that was prepared by Esther, and king is asking what you need from me, Esther. Even the half of the kingdom I will give it to you. So Esther is saying that in chapter 5 verse 8, if I have found favor in the sight of the king, and if it please the king to grant my petition and to perform my request, let the king and Haman come to the banquet that I shall prepare for them, and I will do tomorrow as the king had said. So she's inviting the king and Haman to another feast. That's the sixth feast. 6-ാമത്തെ വിരുന്നിന്റെ കാര്യം തന്നെയാണ് 6-ാം അധ്യായം 14-ാം വാക്യത്തിലും കാണുന്നത്. 6-ാം അധ്യായം 14-ാം വാക്യം. അവരെന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജാവിന്റെ ക്ഷണന്മാർ വന്നു. എസ്തേർ ഒരുക്കിയ വിരുന്നിന് ഹാമാനെ വേഗത്തിൽ കൊണ്ടുപോയി. അതായത് 6-ാമത്തെ വിരുന്ന് തന്നെയാണ് എസ്തേർ ഒരുക്കിയ 2-ാമത്തെ വിരുന്ന്. അപ്പോൾ ഈ 6-ാം അധ്യായം 14-ാം വാക്യവും 6-ാമത്തെ വിരുന്നിന്റെ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. And the chapter 6 verse 14 also saying about the sixth feast that Esther prepared. And while they were yet talking with him, came the king chamberlains and hasted to bring Haman unto the banquet that Esther has prepared. ഈ വിരുന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പഠിച്ചു വന്നതിൽ 6-ാമത്തെ വിരുന്ന് എസ്തേർ ഒരുക്കിയ 2-ാമത്തെ വിരുന്ന്. രാജാവ് ചോദിച്ചു, നിന്റെ ആഗ്രഹം. അന്നേരം എസ്തേർ പറയുന്നു 7-ാം അധ്യായം 3-ാം വാക്യം. 7-3. രാജാവ് എന്നോട് കൃപയുണ്ടെങ്കിൽ രാജാവിന് തിരുവുള്ളമുണ്ടെങ്കിൽ എന്റെ അപേക്ഷ കേട്ട് എന്റെ ജീവനെയും എന്റെ ആഗ്രഹമോത്ത് എന്റെ ജനത്തെയും എനിക്ക് നൽകണം എന്ന് പറഞ്ഞാൽ എന്റെ ജീവൻ അപകടത്തിലാണ്, എന്നെ കൊല്ലാൻ കൽപ്പന പുറപ്പെട്ടിരിക്കുന്നു എന്ന് എസ്തേർ രാജാവിനോട് പറഞ്ഞു. And at the sixth feast, king is asking Esther what I should do. And in Esther chapter 7 verse 3, we can see that Esther the queen answered and said, if I have found favor in thy sight, O king, and if it please the king, let my life be given me at my petition and my people at my request. So here Queen Esther is saying to the king that my life is in trouble and you have to save my people too. എന്ന് പറഞ്ഞാൽ കൽപ്പന എന്തുവാ? ഹാമാൻ ഉണ്ടാക്കിയ കൽപ്പന യഹൂദനെ കൊല്ലണം. ഈ കൽപ്പന നടപ്പിലാക്കിയാൽ യഹൂദ സ്ത്രീയായ എസ്തേരിനെ വെട്ടിക്കൊല്ലും. ഹാമാന് പറ്റിയ കുഴപ്പം
എസ്തേർ യഹൂദ സ്ത്രീ ആണെന്നുള്ള കാര്യം ഹാമാൻ അറിയത്തില്ലായിരുന്നു. And what Esther is saying here is that the order that the Haman want the king to proclaim is that kill all the Jews, and if that order is sanctioned, then the Esther, the queen, will be killed too, because she's a Jewish lady too. So what happened here is that the Haman didn't know that Esther is a Jewish lady. അപ്പോൾ ആദ്യം വെട്ട് തുടങ്ങേണ്ടത് എസ്തേന്റെ കഴുത്തിനായിട്ടാണ്. അപ്പോൾ രാജാവ് അത്ഭുതപ്പെടുകയാണ്, എന്റെ രാജ്ഞിയെ കൊല്ലാൻ കൽപ്പന ആരെ ഏത്? ഉടനെ അടുത്തിരുന്ന ഹാമാനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ആ ദുഷ്ടൻ, ആ നീചൻ ഈ ഇരിക്കുന്ന ഹാമാനാ. And what happened is that the king was surprised and asked, who ordered to kill my queen? And then Esther told, pointed towards Haman and told the king that that person is Haman. ആ മോർദെഖായിക്ക് വേണ്ടി പണിത ആ കഴുകുമരത്തിൽ ഹാമാനെ കയറ്റി. 7-ാം അധ്യായം 9-10 വാക്യങ്ങൾ. 7-ാം അധ്യായം 9-10. അപ്പോൾ രാജാവിന്റെ ഷണ്ഡന്മാർ എഴുതുന്ന ഹർബാനോ, ഇതാ രാജാവിന്റെ നന്മയ്ക്കായി സംസാരിച്ച മോർദെഖായിക്ക് ഹാമാൻ ഉണ്ടാക്കിയതായി 50 മുഴം വീതമുള്ള കഴുകുമരം ഹാമാന്റെ വീട്ടിൽ നിൽക്കുന്നു എന്ന് രാജസന്നെ ബോധിപ്പിച്ചു. അതിന്മേൽ തന്നെ അവനെ തൂക്കിക്കളവീൻ എന്ന് രാജാ കൽപ്പിച്ചു. അവൻ മോർദെഖായിക്ക് വേണ്ടി തൂവാട്ടിയിരുന്ന കഴുകുമരത്തിൽ തന്നെ തൂക്കിക്കളഞ്ഞു. അങ്ങനെ രാജാവിന്റെ ക്രോധം ശമിച്ചു. So we can see that in chapter 7, verse 9 and 10, and Harbono, one of the chamberlains, said before the king, behold, also the gallows 50 cubits high, which Haman had made for Mordecai, who spoken good for the king, standeth in the house of Haman. Then the king said, hang him thereon. And they hanged Haman on the gallows that he had prepared for Mordecai. Then was the king's wrath pacified. ഇതിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും 12-ാം മാസം, ആധാർ മാസമാണ്, 14, 15 തീയതികളിൽ പൂരീം പെരുന്നാൾ എന്ന് പറഞ്ഞ ഒരു പെരുന്നാൾ യഹൂദന്റെ കലണ്ടറിൽ കടന്നുകൂടി. And for remembering this incident, this thing, the Israelites had a feast called Purim feast, that is on the 14th day of 12th month. 9-ാം അധ്യായം. ആ പൂരീം പെരുന്നാളിൽ വിരുന്നാണ് നടക്കുന്നത്. അതാണ് 7-ാമത്തെ വിരുന്ന്. 7-ാമത്തെ ഒടുവിലത്തെ വിരുന്ന് 9-ാം അധ്യായം 17, 18 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. 9-ാം അധ്യായം 17, 18, 19 ആ 3 വാക്യങ്ങളിലും വിരുന്നുണ്ട്. ഞാൻ വായിക്കുന്നു. 9-ാം അധ്യായം 17 തൊട്ട്. ആ മാസം 14-ാം തീയതിയോ അവ വിശ്രമിച്ചും വിരുന്നും, കണ്ടോ വിരുന്ന് അവിടെ കണ്ടോ, സന്തോഷമുള്ള ദിവസമായിട്ട് അതിനെ ആചരിച്ചു. ശൂശനിലെ യഹൂദന്മാർ ആ മാസം 13-ാം തീയതിയും 14-ാം തീയതിയും ഒന്നിച്ചുകൂടി. 15-ാം തീയതി വിശ്രമിച്ചു, അതിനെ വിരുന്നും, കണ്ടോ അവിടെയും വിരുന്ന് വരുന്നുണ്ട്. സന്തോഷമുള്ള ദിവസമായിട്ട് ആചരിച്ചു. അതുകൊണ്ട് അതില്ലാത്ത പട്ടണങ്ങളിൽ പാർക്കും നാട്ടുപുറങ്ങളിലെ യഹൂദന്മാർ ആദാമാസം 14-ാം തീയതിയെ സന്തോഷവും വിരുന്നും, ആ വാക്യത്തിലും വിരുന്നുണ്ട്, ദിവസവും ഉത്സവ ദിവസമായിട്ട് കണ്ടോ, അതൊരു ഉത്സവ ദിവസമായിട്ട് മാറി. 7-ാമത്തെ വിരുന്ന് സന്തോഷ സൂചകമായി നടക്കുന്ന വിരുന്നാണ്. And the 7th feast we can see in chapter 9, verse 16, 17, 18 and 19, 17, 18 and 19, and that become a feast, the 7th feast in the book of Esther. We can read that on the 13th day of the month Adar, and then on the 14th day of the same rested day, and made it a day of feasting and gladness. And verse 18, but the Jews that were at Shushan assembled together on the 13th day thereof, and on the 14th thereof, and on the 15th day of the same they rested, and made it a day of feasting and gladness.
And verse 19, we can see, therefore the Jews of the village that dwelt in the unwalled towns made the 14th day of the month of Adar a day of gladness and feasting, and a good day, and of sending portions one to another. So it became a feast. വാളെടുക്കുന്നവൻ വാളാൽ നശിച്ചു പോകുമെന്ന് ഹാമാൻ ഒരു നല്ല ദൃഷ്ടാന്തമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. And Haman is standing before us as a good example that whoever take the sword will perish with that sword. മറ്റൊരു വ്യക്തിയാണ് പഴയ നിയമത്തിലെ യാക്കോബ്. കണ്ണുമങ്ങിയ ഇസഹാക്കിന്റെ മുമ്പിൽ ഏശാവിന്റെ വസ്ത്രം ധരിച്ച് അപ്പനെ കളിപ്പിച്ച് യാക്കോബ് അനുഗ്രഹം പ്രാപിച്ചു. And another person we can see is Jacob, who went to Isaac, who was blinded, and he went to Isaac wearing the fluff, the clothes, and said to him that it is Esau, and he got the blessings from Jacob. നമ്മളെ കാര്യം ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായത്തിലാണ് നമ്മൾ കാണുന്നത്. ആ 34-ാം വാക്യം വായിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം 34-ാം വാക്യത്തിൽ ഏശാവ് പൊട്ടിക്കരഞ്ഞു. യാക്കോബ് നിമിത്തം ഏശാവ് ഉറക്കെ നിലവിളിച്ച് കരഞ്ഞു എന്ന് നമ്മൾ അവിടെ വായിക്കുന്നു. And in Genesis chapter 27:34, we can see that, and when Esau heard the words of his father, he cried with a great and exceeding bitter cry, and said unto his father, bless me, even me also, O my father. ഇതേ യാക്കോബിന്റെ മുമ്പിൽ അവന്റെ പുത്രന്മാർ യോസേഫിന്റെ വസ്ത്രം കാണിച്ച് യാക്കോബിനെ കളിപ്പിച്ചു. And the same Jacob, his sons came to Jacob and showed his sons Joseph's clothes, a robe, and betrayed him. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിലാണ് നമ്മൾ കാണുന്നത് ഈ സംഭവം. അതിന് 34-35 വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ, ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 34-35, യാക്കോബ് പൊട്ടിക്കരയുക. അവൻ വസ്ത്രം കീറുന്നു. ഈ യാക്കോബ് മക്കള് നിമിത്തം പൊട്ടിക്കരയും. And if you see Genesis chapter 37 verse 34 and 35, we can see the same Jacob is crying out loud because of his sons. അപ്പനെ കളിപ്പിച്ച യാക്കോബ് സ്വന്തം മക്കളാൽ ദേണ്ടെ കളിപ്പിക്കപ്പെടും. And Jacob, who was who tricked his father, was tricked by his own sons. ഒരു വാക്യം വായിച്ച് എന്റെ ചിന്ത അവസാനിപ്പിക്കുന്നു. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 7-ാമത്തെ വാക്യം. ഇതിന്റെ ആത്മീയ ദൂത് എന്താണ്? കർത്താവ് പറഞ്ഞ ആ പഴഞ്ചൊല്ലിന്റെ ദൂത്. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 7-ാം വാക്യം. ദൈവത്തെ പരിഹസിച്ചൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ഇതാണ് കർത്താവ് പറഞ്ഞ പഴഞ്ചൊല്ല്. And the meaning of the saying that Jesus Christ said, we can see that in Galatians chapter 6 verse 7, be not deceived, God is not mocked, for whatsoever a man soweth, that shall he also reap. നമ്മളാരെയും വഞ്ചിച്ചിട്ടില്ല, നമ്മൾ വഞ്ചിക്കുന്നവരല്ല, നമ്മൾ ആർക്കും എതിരായി ആയുധങ്ങൾ എടുക്കുന്നവരല്ല, ആയുധം എടുത്തിട്ടുമില്ല. പക്ഷേ ഈ സംഭവങ്ങളെല്ലാം ഒരു താക്കീതായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. തുടർന്നും നിർമ്മല മനസാക്ഷിയോടുകൂടി കർത്താവിനെ സ്നേഹിച്ച് ആരാധിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. We don't betray anybody, we don't cheat anyone, we don't take sword against any of our brethren, but these all things will stand as a warning for us, and let us lead a humble life
and live according to the word of God. May God bless you with these words. Amen. Thank you, Pastor. Thank you, Binoy. ഇന്ന് രാത്രികാലം കർത്താവിന്റെ ദാസോട് നമുക്ക് കേൾപ്പിച്ച അനുഗ്രഹവചനത്തിനായി കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ മൊത്തം ചെയ്യാം. വാളെടുക്കുന്നവൻ വാളാൽ വീഴുന്ന കേൾക്കടിയായി തീർന്നല്ലോ. ശൗലിനെ കുറിച്ച് കേൾക്കുകടിയായി തീർന്നു. ഹാമാനെ കുറിച്ച് കേൾക്കുകടിയായി തീർന്നല്ലോ. യാക്കോബിനെ കുറിച്ച് കേൾക്കുകടിയായി തീർന്നല്ലോ. ഈ ദിവസങ്ങളിൽ നിർമ്മലതയോടും വിശുദ്ധിയോടും കർത്താവിനെ സ്നേഹിക്കുവാനും സേവിപ്പാനും നമ്മുടെ മറുപടി കർത്താവ് ഇടയാക്കട്ടെ. അതിനായി കർത്താവ് സഹായിക്കട്ടെ. കേൾപ്പിച്ച വചനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് സിഡിയുടെ പ്രാർത്ഥിച്ച് ഇപ്പോൾ ആശീർവാദം പറയുന്നു. കാരുണ്യവാനായ സ്വർഗീയ ദൈവമേ, നല്ല കർത്താവേ, ഈ പുതിയ മാസത്തിന്റെ 2-ാം ദിനവും വൈകിയ സമയത്ത് കർത്താവിന്റെ പാദപീഠത്തിൽ പാടുവാനും പ്രാർത്ഥിപ്പാനും ധ്യാനിപ്പാനും വചനം പഠിക്കുവാനും തക്കവണ്ണം കർത്താവ് നൽകി തന്ന അവസരങ്ങളെ ഓർത്ത് സ്തോത്രം. ഞങ്ങൾ പഠിക്കുന്നതും കേൾക്കുന്നതും അറിയുന്നതുമായ വിഷയം വെറും അറിവിന് വേണ്ടി മാത്രമല്ല, ഞങ്ങൾ പ്രായോഗികമാക്കേണ്ടതും ചെയ്യേണ്ടതും ഓർത്തിരിക്കേണ്ടതും മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം, നിർമ്മലതയും വിശുദ്ധിയും വിശ്വാസവും സ്നേഹവും മാറ്റിക്കളയാതെ കർത്താവെ ദോഷവഴിയിൽ ദോഷമായി ചിന്തിക്കുകയോ പാപകരമായും മറ്റുള്ളവരെ കർത്താവെ തകർക്കുന്ന നശിപ്പിക്കുന്ന രീതിയിൽ ചെയ്താൽ പകരത്തിന് പകരമായി ആ ചെയ്യുന്ന വ്യക്തിക്കും കർത്താവെ തിരിച്ചടിക്കുമെന്നുള്ളത് ഞങ്ങൾക്കിന്ന് കേൾക്കുവാൻ തക്കൊണ്ടമിടയായി. കുഴി കുഴിക്കുന്നവൻ കുഴിയിൽ വീഴുമെന്നും വിതയ്ക്കുന്നവൻ അതിന് തക്കവണ്ണം കൊയ്യുമെന്നും കർത്താവെ വാളെടുക്കുന്നവൻ വാളാൽ നശിക്കുമെന്നും ഞങ്ങൾ നിന്റെ വചനത്തിൽ കൂടെ കേൾക്കുവാനിടയായി. ഇത് ചില ഉദാഹരണങ്ങൾ മാത്രമാണെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും ഞങ്ങൾ കർത്താവെ ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് മനുഷ്യരുടെ മുൻപിൽ നിർമ്മലവും നിഷ്കളങ്കവും ദൈവ സ്വഭാവം വെളിപ്പെടുത്തുവാൻ, ദൈവിക ആലോചന വെളിപ്പെടുത്തുവാൻ കർത്താവെ ഞങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിനോ ലാഭത്തിനോ അല്ല, ദൈവനാമത്തിന്റെ മഹത്വത്തിനും അനേകരുടെ വിടുതലിനും കർത്താവ് ഉദ്ധാരണത്തിനും സമാധാനത്തിനും സന്തോഷത്തിനും ഒത്ത് പ്രവർത്തിപ്പാൻ തക്കൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാതെ കർത്താവെ അതിനെ ഉപേക്ഷയായി വിചാരിക്കുന്നത് പോലും ദൈവസ്ഥനിൽ തെറ്റായിട്ട് സംഭവിക്കുമല്ലോ. ഇത് തിരിച്ചറിഞ്ഞ് കർത്താവിന്റെ മഹത്വത്തിനൊത്തവണ്ണം സദാസമയം ഞങ്ങൾ ഒരുക്കപ്പെട്ടവരായിരിക്കാന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മുൻപിൽ ലഭിക്കുന്ന അവസരങ്ങൾ കർത്താവെ തക്കത്തിൽ ഉപയോഗിപ്പാൻ തക്കവണ്ണം ദൈവനാമത്തിന്റെ മഹത്വത്തിനൊത്തവണ്ണം പ്രയോജനപ്പെടുത്തുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ സഹായിക്കും. ആർക്കും പ്രവർത്തിപ്പാൻ കഴിയാത്തതായ കർത്താവെ പ്രതികൂലങ്ങൾ കടന്നു വരുന്നതിന് മുൻപേ ഞങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിൽ സമാധാനകരമായി പ്രവർത്തിപ്പാനും ജീവിപ്പാനും ഞങ്ങളെ ഒരുക്കി ശക്തീകരിക്കണമേ. ഇന്ന് വചനം കേട്ടതായ എല്ലാ ദൈവമക്കളെയും കുഞ്ഞുങ്ങളെയും മാതാപിതാക്കന്മാരെയും കുടുംബങ്ങളെയും ഓർത്ത് സ്തോത്രം. എല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാൻ കൃപ ചെയ്യണമേ കർത്താവേ. ഓരോരുത്തർക്കും ഓരോ വിധത്തിലുള്ള തീരുമാനങ്ങളും അനുഭവങ്ങളും ദൈവസന്നിധിയിൽ ചെയ്യുമ്പോൾ അവർക്കും മറ്റുള്ളവർക്കും അതൊരു അനുഗ്രഹമായി ഭവിക്കും. ദൈവനാമം മഹത്വപ്പെടും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവെ അങ്ങ് സഹായിക്കണമേ. ദൈവവചനത്തെ ഉപേക്ഷയായി വിചാരിക്കാതെ, ദൈവത്തിന്റെ ആലോചനയെ നിസ്സാരമായി കണക്കാക്കാതെ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഏറ്റെടുക്കേണ്ടതായ അനേക വിഷയങ്ങളുടെ മുൻപിൽ ഞങ്ങൾ ശ്രദ്ധാപൂർവം കർത്താവെ കൈക്കൊള്ളുന്നവരായി തീരുവാനും അത് ഞങ്ങളുടെ ജീവിതത്തിൽ ചൈതന്യവും ജീവനും പ്രത്യാശയും ധൈര്യവും ഉറപ്പും ഉണ്ടാക്കുവാൻ തക്കൊണ്ട് സഹായിക്കും. ഇന്ന് രാത്രികാലം നിന്റെ ദാസനെ കർത്താവ് ഉപയോഗിച്ചതിനായി സ്തോത്രം. തിരുവചനത്തെ കുറിച്ച് കർത്താവെ അനേകാലോചനകൾ നാളുകളായിട്ട് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കേൾക്കുന്നത് കർത്താവെ ഒരു യാദൃച്ഛികമല്ല. ഇങ്ങനെയുള്ളതായ അതേ സാഹചര്യങ്ങളിലും ദൈവവചനത്തിന് ബന്ധനമില്ല എന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് സാഹചര്യങ്ങളെയും ഞങ്ങൾ നന്നായി ഉപയോഗിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ശീലിപ്പിക്കണമേ കർത്താവെ. ഇന്ന വിധത്തിലേ ആകാവൂ എന്ന് ചിന്തിക്കാതെ ഞങ്ങൾക്ക് കർത്താവെ ധന്യരായി തീരുവാൻ, അനുഗ്രഹരായി തീരുവാൻ, ജയമെടുക്കുവാൻ ഏതെല്ലാം വിധത്തിൽ ഭവനത്തിൽ ഇരുന്നായാലും, ഓൺലൈനിൽ കൂടെ ആയിരുന്നാലും, TV യിൽ കൂടെ ആയിരുന്നാലും, കൂട്ടായ്മയിൽ കൂടെ ആയിരുന്നാലും,
തമ്മിലുള്ള സമ്പർക്കത്തിൽ കൂടെ ആയിരുന്നാലും, കർത്താവ് ഒരുമിച്ചുള്ളതായ ആരാധനയിലായിരുന്നാലും, എല്ലായിടങ്ങളിലും ദൈവത്തിന്റെ ആത്മാവിന്റെ വ്യാപാരത്തിന് കർത്താവെ സ്ഥാനമുണ്ട് എന്നറിയുവാൻ തക്കോണം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഹൃദയം നന്നായി തുറക്കുന്നവരും ദൈവത്തിന്റെ വചനത്തിന്റെ മുൻപിൽ കർത്താവെ ഞങ്ങൾ ഉറപ്പും നിശ്ചയവും പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെടുവാൻ കൃപ ചെയ്യണമേ. ഞങ്ങൾ നിമിത്തം അനേകർ അനുഗ്രഹിക്കപ്പെടുവാനും വിടുവിക്കപ്പെടുവാനും നിലനിൽക്കുവാനും സഹായിക്കും. ഈ സമയത്ത് കർത്താവെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും, ഈ രാജ്യത്തിലും ഇന്ത്യയിലും ഒക്കെ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകള്, പ്രയാസങ്ങള്, സങ്കടങ്ങള്, പകർച്ചവ്യാധികള്, കർത്താവ് രോഗങ്ങള്, പ്രായാധിക്യത്താൽ ഉണ്ടാകുന്ന കഷ്ടതകള്, കർത്താവ് അസ്വസ്ഥകളൊക്കെ ഞങ്ങൾ പല വിധത്തിൽ കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നുണ്ട്. അവിടെല്ലാം സ്വർഗത്തിൻ്റെ ദൈവം ബലഹീനരെ ബലപ്പെടുത്തുന്നവനും അശക്തരെ ശക്തീകരിക്കുന്നവനുമാകിയാൽ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ആവശ്യമറിഞ്ഞ് പ്രവർത്തിക്കുന്നവനാണ് ഞങ്ങളുടെ ദൈവം. എല്ലാം നന്നായി അറിയുന്ന കർത്താവ്, നന്നായി പ്രവർത്തിക്കുന്ന, ഓരോരുത്തരുടെ ആവശ്യം പലതാണെങ്കിലും കർത്താവെ ആ ഓരോരുത്തരുടെ ആവശ്യങ്ങളിലും ഉന്നതമാർന്ന കർത്താവെ കാഴ്ചപ്പാടോടുകൂടി ഉദ്ദേശത്തോടുകൂടി സർവജ്ഞാനിയായ ദൈവം പ്രവർത്തിക്കുന്നവനാണ്. നിനക്ക് ശക്തിയുണ്ട്, ബലമുണ്ട് കർത്താവെ, പ്രവർത്തിപ്പാൻ ഇഷ്ടമുണ്ട്. അത് ഞങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ ഞങ്ങൾക്കും അതിന്റെ വില്ലിങ്, അതിന്റെ മനസ്സ് കർത്താവെ ആവശ്യമാണ്. ഏറ്റെടുക്കുവാനുള്ളതായ മനസ്സ് ഞങ്ങൾക്കും തരുമാറാകും. കർത്താവെ, ഞങ്ങൾ ഏറ്റെടുക്കുന്നതനുസരിച്ചാണ് കേൾക്കുന്നത് ഞങ്ങൾക്ക് അനുഗ്രഹകരമായി വർധനവായി തീരുന്നത്. അതുകൊണ്ട് കർത്താവെ, കേൾക്കുന്നത് ശ്രദ്ധാപൂർവം ഞങ്ങൾ കരുതിക്കൊള്ളുവാൻ കൃപ ചെയ്യണമേ. എല്ലാ ദൈവമക്കളെ ഓർത്ത് സ്തോത്രം. ഞങ്ങൾക്ക് ഈ പുതിയ മാസത്തെ ദൈവം ദാനമായി തന്നതിനായി സ്തോത്രം. ഞങ്ങൾക്ക് കർത്താവെ നാളുകളായി ആഗ്രഹിക്കുന്ന ഒരാരാധന, ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരുന്ന ആരാധന സ്ഥലം ഞങ്ങൾക്ക് തുറക്കപ്പെടേണ്ടതിന് ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്നു. അതിനാവശ്യമായ വഴികളെ കർത്താവ് ഒരുക്കും. അതിന്റെ അതോറിറ്റിയിൽ കർത്താവ് പ്രവർത്തിക്കുമാറാകും. അവർക്കും ദൈവത്തെ സ്നേഹിപ്പാനും ദൈവമക്കളെ സ്നേഹിപ്പാനും കർത്താവെ സഹായിപ്പാനുള്ള കൃപ അവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അനുഗ്രഹിക്കും. കർത്താവ് കൃപ ചെയ്താൽ അടുത്ത ദിവസത്തെ ആരാധനയ്ക്ക് കർത്താവെ ഞങ്ങൾക്ക് വഴികളും മുഖാന്തരം സൗകര്യങ്ങളും ഒരുക്കി തരുമാറാകും. കൂടിവരവിലെ കർത്താവിന്റെ ആത്മവ്യാപാരത്തിനും പ്രവർത്തനത്തിനും എല്ലാ സൗകര്യങ്ങളെയും മാറ്റി സൗകര്യപ്രദമായി ഒരുമിച്ച് കൂടി വരുവാൻ തക്കൊണ്ടും എല്ലാവരുടെയും ഹൃദയങ്ങളില് കർത്താവെ, കുടുംബങ്ങളിലെ, വ്യക്തികളിലെ, കുഞ്ഞുങ്ങളിൽ പ്രവർത്തിക്കുമാറാകണമേ. ഈ രാത്രിക്കായി സ്തോത്രം. എല്ലാ അങ്ങയുടെ മഹത്വത്തിന് കാരണമാക്കും. എല്ലാ കർത്തദാസന്മാരെയും, എല്ലാ ദൈവമക്കളെയും, എല്ലാ മാതാപിതാക്കന്മാരെയും, കുഞ്ഞുങ്ങളെയും ഓർത്ത് സ്തോത്രം. മാനവമഹത്വം എടുക്കണമേ. വാഴ്ത്തപ്പെട്ട യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം ഏവരോടും ലോകമെങ്ങും ചിതറിയിരിക്കുന്ന സകല വിശുദ്ധന്മാരുടെ മേലും കർത്താവിന്റെ പ്രത്യക്ഷതയോളം ഇരിക്കുമാറാകട്ടെ. നാളെ 10 മണിക്ക് നമ്മുടെ ആരാധന അസംബ്ലി സ്കൂളിന്റെ ചർച്ച് വെച്ച് നടക്കുന്നതായിരിക്കും. എല്ലാവരും സമയത്ത് കടന്നു വരണം. 10 മണിക്ക് തന്നെ എല്ലാവരും വരാൻ ശ്രമിക്കണം. ആ കാര്യം ഓർപ്പിക്കുന്നു. നേരത്തെ വന്നാൽ നേരത്തെ പോവാം. ആ കാര്യം കൂടെ ഓർപ്പിക്കുന്നു.